ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷിജസ് മെഹന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ ഒരു മെഹന്തി കോമ്പറ്റീഷൻ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ കോമ്പറ്റീഷൻ നടന്നത് തൃശ്ശൂരായിരുന്നു. നമ്മളെ പഞ്ചായത്ത് ലെവലിലും ബ്ലോക്ക് ലെവലിലൊക്കെ മത്സരിച്ചതിന് ശേഷം ഡിസ്ട്രിക്ട് ലെവലിൽ കോമ്പറ്റീഷൻ തൃശ്ശൂർ വെച്ചിട്ട് നടന്നിരുന്നു കേട്ടോ. കോമ്പറ്റീഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു കേട്ടോ. രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു, ചെസ് നമ്പറൊക്കെ മേടിച്ച് ഞങ്ങൾ കോമ്പറ്റീഷൻ നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്കിൽ നിന്നും മത്സരിച്ച് ഫസ്റ്റ് കിട്ടിയവരായിരുന്നു കേട്ടോ മത്സരത്തിനുണ്ടായിരുന്നത്. കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓഫീസേഴ്സൊക്കെ ഹാളിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ. പങ്കെടുക്കേണ്ടത് 2 പേർ ഒരു ഗ്രൂപ്പ് അംഗങ്ങളിൽ ഒരാളുടെ 2 കൈകളിലും മൈലാഞ്ചി കൊണ്ട് ഡിസൈൻ തീർക്കണം. മത്സരത്തിനായുള്ള വസ്തുക്കളും മറ്റു കാര്യങ്ങളും കൊണ്ടുവരേണ്ടതാണ്. 2.5 മണിക്കൂർ സമയം. ഒരാളുടെ 2 കൈകളിലും ഞാൻ പറയുന്നത് ചെയ്യാറുണ്ടല്ലോ. ടൈം 2.5 മണിക്കൂർ. പിന്നെ ഒരു MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ മലയാള സാഹിത്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിയെന്ന് ആലങ്കാരികമായിട്ട് പറയല്ല, അവിടെ എത്തിച്ച ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. കഥാകാരൻ, നോവലിസ്റ്റ്, ചലച്ചിത്ര സംവിധായകൻ, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുന്ന മനുഷ്യൻ, സർവോപരി മതങ്ങൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ വേർപാട് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം വളരെ ഡേഞ്ചറായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ നമ്മുടെ ജില്ലാതല കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് വേണ്ടി ഒരു നിമിഷം വിളിച്ചു. രണ്ടര മണിക്കൂറായിരുന്നു നമുക്ക് സമയം തന്നിരുന്നത്. ഏകദേശം ഒരു 2.25 മണിക്കൂർ ആകുമ്പോഴത്തേനും എൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാനിട്ട ഡിസൈനിങ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മറ്റുള്ള പാർട്ടിസിപ്പൻസൊക്കെ അവിടെ ഭയങ്കര തിരക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, ചിലരിങ്ങനെ അതിൻ്റെ ഫൈനൽ ടച്ചപ്പിലാണ്. അപ്പോൾ നമ്മളെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എല്ലാവരുടെ ഡിസൈനും ജസ്റ്റ് ഒന്നിങ്ങനെ കാണുമായിരുന്നു. ഇതുപോലെ ഒരു കോമ്പറ്റീഷനിൽ പോയിട്ട് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ നെഷാനെ ഉണ്ടായിരുന്നു ഈ കോമ്പറ്റീഷന്. നെഷാൻ്റെ ചിരി കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കോമ്പറ്റീഷൻ നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിരുന്നിട്ടും കുറേ പേര് ഇടുന്നുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഷിജസ് മെഹന്തി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പരിചയപ്പെടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എനിക്ക്. എൻ്റെ പേര് പറഞ്ഞ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നേക്കാളും എൻ്റെ പേജിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മളൊരാൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ജഡ്ജസൊക്കെ വന്നിട്ട് അവർ എല്ലാ മെഹന്തി ഡിസൈനും ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ.
ഇതിൽ കൂടെ പഠിക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതും കൂടി പഠിച്ചിട്ട് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് പുതിയ സ്റ്റൈല് കേരളത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈല് പഴയ കാലത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കേരളത്തിന്റെ സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും. തൃശ്ശൂരിന്റെ മാത്രം സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠനം മെച്ചപ്പെടുന്നത്. ഒരു മത്സരം മാത്രമാണ്. ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്ക് പോകും, അത്ര മാത്രം കണ്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ഏറ്റവും സെറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക, പുതിയ സ്റ്റൈലിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് നന്നായി ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ചിലർ ഉപയോഗിച്ചിട്ടുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ ഫിഗേഴ്സിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ച ആളുകളുണ്ട്. നമുക്ക് ഡ്രോയിങ് സ്കിൽ ഉണ്ടാവണമെന്നാണ് ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചെയ്താൽ നിങ്ങൾ ഏറ്റവും നല്ല മിടുക്കികളാവും. തൃശ്ശൂരിന്റെ തനതായിട്ടുള്ള ഒരു പാരമ്പര്യം ഉയർത്തിക്കൊണ്ടാൻ കഴിയട്ടെന്ന് മാത്രമേ നമുക്ക് പറയാമോ. അത്ര ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് റിസൾട്ട് ഇപ്പം തന്നെ പറയില്ല, ടൈം എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായിട്ടാണ് പാർട്ടിസിപ്പൻറ്റും ജഡ്ജസും അവിടുത്തെ ഓഫീസേഴ്സും ഒക്കെ തന്നെ. റിസൾട്ട് ഇപ്പം തന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. നെഷാനായിരുന്നു ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തത്. തിരൂർ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയത്. പക്ഷേ ട്രെയിൻ മിസ്സായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരൂർക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വാർഡ് മെമ്പർ നസ്രത്ത വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ നടന്ന കോമ്പറ്റീഷനിൽ നമുക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ കോമ്പറ്റീഷൻ നടന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് കോമ്പറ്റീഷൻ നടന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടുന്ന് നമുക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടാ ഭയങ്കര സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. അപ്പോൾ ഇനി അടുത്തതുള്ളത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ്റെ ഡേറ്റ് അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു മോളുടെ സ്കൂളിലെ കരാട്ടെ ടൂർണമെൻറ്റ്, ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ കരാട്ടെ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഈ കരാട്ടെ സ്കൂളിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ പഞ്ചായത്ത് ലെവലായാലും ബ്ലോക്ക് ലെവലായാലും ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലായാലും മത്സരിച്ചത് കേട്ടോ. അപ്പോൾ അവരെ സ്കൂള് ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളൊക്കെ കൂടിയിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോടും കൂടെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, മോൾക്കും ഉണ്ടായിരുന്നു അവിടെ പ്രോഗ്രാംസൊക്കെ കേട്ടോ. Volunteers. മോൾക്ക് കത്ത കുമിത്ത കാറ്റഗറിയിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ പ്രൈസ് കിട്ടിയിട്ടാണ്. പിന്നെ എനിക്ക് അവിടുന്ന് ഒരു മൊമെൻ്റോ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലെവലിൽ പോയിട്ട് നമ്മൾ മെഹന്തി കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയതിനായിരുന്നു കേട്ടോ ഈ പ്രൈസ്. അപ്പോൾ എൻ്റെ ചെറിയൊരു കഴിവിനെ ഇങ്ങനെ ഒരു പ്രൈസ് തന്ന് ആദരിച്ചതിന് പ്രത്യേകം ജിസ്മ മിസ്സിനും സുനിൽ സാറിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.